തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഖുർആൻ ഓതാം. കുറച്ചു നേരം ഒരു യാസീൻ തന്നെ ഓതിക്കും. നല്ല ബർക്കത്താണ്. كان النبي صلى الله عليه وسلم يقرأ سورة ياسين صباحا ومساء. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ സൂറത്ത് നബി തങ്ങൾ ഓതിയിരുന്നു. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ദിവസവും ഓതിയിരുന്നു. അപ്പോൾ ഒരു യാസീൻ ഓതിക്കവിടെ ഇരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാസീൻ ഭയങ്കര ശ്രേഷ്ഠതയുള്ളതാണല്ലോ. ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീൻ സൂറത്താണ്. നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ യാസീൻ മുടങ്ങാതെ ഓതാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രല്ല ബറാഅത്ത് രാവിലെ 3 യാസീൻ ഓതിയില്ലേ? എന്താ യാസീന്റെ ഗുണം? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതുന്നു യാസീൻ കൊണ്ട് അത് നിറവേറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് നിയ്യത്ത് വെച്ച് ഓതിയാലും ആ നിയ്യത്ത് ഹാസിലാകും. യാസീൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് യാസീനെ എല്ലാ സ്ഥലത്തും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഒരു യാത്ര പോവാണ്, ഒരു യാസീനോ. ഒരു മരണം നടന്നു, യാസീനോ. കാരണം എന്താ? അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കാന്നുള്ള നിയ്യത്തിൽ കൊടുക്കാൻ. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു ഹദീസാണ്. ശരിക്കും മനസ്സിലാക്കണം. എന്തിനു വേണ്ടി ഓതിയോ അത് ഹാസിലാവും. നബി തങ്ങൾ ഇതേപോലെ പറഞ്ഞത് മറ്റൊരു വസ്തു മാത്രമേ ഉള്ളൂ. ഏതാണത്? സംസം വെള്ളം. മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് കുടിച്ചോ സംസം വെള്ളം കൊണ്ട് ഹാസിലാവും. പരീക്ഷയ്ക്ക് രാവിലെ പോവാ, നിയ്യത്ത് വെച്ചിട്ട് സംസം വെള്ളം കുടിച്ചോ നല്ല ഓർമ്മശക്തി കിട്ടുക. പരീക്ഷയ്ക്ക് നല്ല റാഹത്തായിട്ട് വിജയിക്കണം. സംസം വെള്ളമൊക്കെ വീട്ടിലുള്ള ആളുകൾ അല്ല ഒരു യാസീൻ ഓതിയിട്ട് ഈ യാസീനെ ബർക്കത്ത് കൊണ്ട് നല്ല റാഹത്തായി ഓർമ്മശക്തിയോടുകൂടി പരീക്ഷ എഴുതാൻ എനിക്ക് തൗഫീഖ് തരണേ. നിയ്യത്ത് വെച്ചാൽ അത് ഹാസിലാകും, ഉറപ്പാണ്. കാരണം ഇത് പഠിപ്പിച്ചതാരാ? സയ്യിദുനാ റസൂലുള്ളാഹി. ഈ രണ്ട് വസ്തുക്കളെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സംസമാണ്, മറ്റൊന്നേതാ? സൂറത്ത് യാസീൻ. അവർ രാവിലെ ഒരു യാസീനെ ഓതിക്കും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മുസ്ലിമുണ്ടോ? മുസ്ലിമത്തുണ്ടോ? അവർക്ക് അല്ലാഹു സ്വർഗ്ഗീയമായ അരുവികളെ സമ്മാനിക്കുമേ, സ്വർഗ്ഗം അല്ലാഹു നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ സ്വർഗം കിട്ടാൻ കാരണമായി തീരും. എന്ത്? അത്താഴ സമയത്തിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്രണ്ണം ചെല്ലണം? ഏറ്റവും ചുരുങ്ങിയത് 100. എന്താ 100? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 100 മറ. പാപമില്ലാത്ത പാപസുരക്ഷിതത്വം കിട്ടിയ പ്രവാചകർ 100 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലിയിരുന്നു ഇസ്തിഗ്ഫാർ എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ. ഒറ്റ ദിവസം മുടങ്ങിയിട്ടില്ല നബി തങ്ങൾ. എത്ര വട്ടം ചൊല്ലും? 100. ആരാ ഇത് ചെല്ലുന്നത്? പാപസുരക്ഷിതത്വം കിട്ടിയ നബിയാണ്. അപ്പോൾ മനസ്സിലാക്കണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിയാൽ പാപസുരക്ഷിതത്വം മാത്രമല്ല, വേറെ എന്തൊക്കെയോ കിട്ടും. ശരിക്കും മനസ്സിലാക്കണം, പോയിന്റ് മനസ്സിലാക്കണം. കാരണം പാപം പൂർണ്ണമായി പുറത്തു കൊടുത്ത വ്യക്തിയാണ് ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എല്ലാ ദിവസവും എത്രണ്ണം ചെല്ലും? 100 ചെല്ലും. ഹദീസാണ്. കാന എന്ന് പറഞ്ഞ കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് ഇമാമികൾ പറയുന്നു. വിധാന ശാസ്ത്രത്തിൽ കാണാം. നിത്യമായി ചെയ്യുന്ന ഒരു അമലിനാണ് കാന എന്ന പദം പ്രയോഗിക്കുക. അപ്പോൾ നബി തങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി ചെയ്തിരുന്ന ഒരു അമലാണ് 100 വട്ടം ഇസ്തിഗ്ഫാർ. നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാനേ പാടില്ല. അപ്പൊ രാവിലെ തന്നെ ഒരു 100 ഇസ്തിഗ്ഫാർ. നബി തങ്ങൾ പാപസുരക്ഷിതത്വം കിട്ടിയ നബിയാണ്. നബി മാത്രമല്ല, എല്ലാ അമ്പിയാക്കളും എല്ലാ സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് പാപസുരക്ഷിതത്വം കിട്ടിയ നിലയ്ക്ക് നബി തങ്ങൾ 100 ചെല്ലണമെങ്കിൽ
ഇതുകൊണ്ടുള്ള ലക്ഷ്യം പാപം പൊറുക്കൽ മാത്രമല്ല, വേറെയും ഗുണങ്ങളുണ്ട്. മനസ്സിലാക്കണം. ഒരു ഗുണം നിബിധങ്ങൾ പറയാം. ഹദീസ് ശ്രദ്ധിച്ചു. അസ്തഗ്ഫിറുല്ലാഹി ചെല്ലാൻ പ്രചോദനം തരികയാണ് ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ ويرزقه من حيث لا يحتسب. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ അസ്തഗ്ഫിറുല്ലാഹൽ എന്ന ദിക്റിനെ അധികമാക്കിയാൽ, അതിനെ മുറുകെ പിടിച്ചാൽ, മുടങ്ങാതെ കൃത്യമായി കൊണ്ടുവന്നാൽ അവന്റെ എല്ലാ മനക്ലേശങ്ങളും മനപ്രയാസങ്ങളും അല്ലാഹു ഇല്ലാതാക്കുമേ. ടെൻഷനില്ലാത്ത ജീവിതം അല്ലാഹു നൽകുകയാണ്. അവൻ വിചാരിക്കാത്ത പാപത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. വിചാരിക്കാത്ത പാപത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും മനസ്സിലാക്കണം ഈ വാക്യം. നമ്മൾ ചില ആളുകൾ വീട് പണി തുടങ്ങും. വീട് കല്ലിട്ടിട്ടുള്ള കല്ലിട്ട് അല്ലെങ്കിൽ ഉസ്താദുമാരെ കൊണ്ടുവന്ന് കല്ലൊക്കെ ഇടിയിച്ച് പോയി. പല ആളുകൾ പറയാറുണ്ട്, മാഷാ അല്ലാഹ് ഒരു കൊല്ലം കൊണ്ട് പണി ഫുള്ള് കഴിഞ്ഞു. എങ്ങനെയാ തീർന്നതെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് എന്റെ കാര്യം നടന്നത് എന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമാക്കി തന്നു. എവിടുന്ന എളുപ്പമാക്കിയത്? ചിലപ്പോ ആകെ പതിവാക്കിയത് ഈ അസ്തഗ്ഫിറുല്ലാഹൽ ആയിരിക്കും. അതിന്റെ നേട്ടമാണ്. അല്ലാഹ് പറയുന്നു വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത ഭാവത്തിലൂടെ റിസ്ക് അല്ലാഹു നൽകും. റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, വിഭവങ്ങളാണ് എല്ലാം അതിൽ ഉൾപ്പെടും. നിനക്ക് വേണ്ട ജോലി, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. നീ അറിയാത്ത ഭാവത്തിലൂടെ അല്ലാഹു അതൊക്കെ അടുപ്പിച്ചു തരും. എന്ത് ചെല്ലണം? ഡെയിലി അസ്തഗ്ഫിറുല്ലാഹൽ. ഇന്ന് സുന്നികളായ നമ്മെ സംബന്ധിച്ച് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ പഴയകാല നന്മകളെ, ദിക്റുകളെ, ഔറാദുകളൊക്കെ എടുത്തു കളഞ്ഞു. അന്ന് ഇപ്പൊ നമുക്ക് താല്പര്യമില്ല. അസ്തഗ്ഫിറുല്ലാഹൽ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ചിലരുടെ മുഖം ചുളിക്കുന്നുണ്ടാവും. വലിയ കാര്യം. നമുക്ക് പുതിയ ദിക്റുകളാണ് ഇഷ്ടം, പുതിയ ദുആകളാണ് ഇഷ്ടം. നമുക്ക് അർത്ഥമറിയാത്ത നല്ല കടുകട്ടിയുള്ള സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഭയങ്കര സംഭവം. അങ്ങനെയാണല്ലോ ഇപ്പോ പള്ളിയിലെ ഖതീബ് ദുആരക്ക റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമുക്ക് വലിയ വിഷമമായിരിക്കും ഈ ഖതീബൊന്നും ഗുണമില്ല, പഴയ ദുആ. അപ്പൊ വേറൊരു നിസ്കാരപ്പള്ളി പോയി. അവിടെയോ യാ ഹബീബത്തവാബീന തുബ അലൈനാ ويا أمان الخائفين آمنا ويا دليل المتحيرين دلنا ويا راحم العاصين والمساكين ارحمنا ويا غياث المستغيثين أغثنا ويا رجاء المنقطعين لا تقطع رجاءنا فيك يا الله. കേട്ടപ്പോഴും സൂപ്പർ. ഈ ഹത്തീബിന്റെ പേരും ഫോൺ നമ്പരും തന്നാൽ നമ്മുടെ പള്ളിയിലേക്ക് മാറ്റായിരുന്നു. നമ്മുടെ പള്ളിയിലെ ഹത്തീബ് പഴയ സാധനമാണ്. ഇതാണ് നമ്മുടെ സുന്നികളായ നമ്മുടെ ഹൃദയത്തിൽ പോലും നല്ല ഇത്തരത്തിലുള്ള ദുആകൾ പോലും നമ്മൾ അർത്ഥമറിയുന്നില്ല, അതിനൊക്കെ അവഗണിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ സുന്നി പോലും എഴുന്നേൽക്കുന്നത്. കാരണം ഇതിന്റെ മഹത്വം വളരെ മഹത്താണ്. ഇവർ അറിയുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. من قال سبحان الله وبحمده في كل يوم 100 مرة غفر له سيدنا رسول الله. ആരെങ്കിലും 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം ചൊല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് സുബ്ഹാനല്ലാഹ്ക്ക് വിലയില്ല, അൽഹംദുലില്ലാഹ്ക്ക് വിലയില്ല, അല്ലാഹു അക്ബറിന് വിലയില്ല. സഹാബത്ത് ചോദിച്ചല്ലോ, ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, തംലഉ ബൈന സമാവാതി വൽ അർളീൻ. 7 ആകാശം മുതൽ 7ആം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കും അതിന്റെ പ്രതിഫലം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
നമുക്ക് സുബ്ഹാനല്ലാഹ് വലി. അതാ ഞാൻ പറഞ്ഞു നമ്മുടെ സുന്നികൾ സംഭവിച്ചു പോയതാ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്ക്കൊക്കെ വലിയ വിലയുണ്ട്, മനസ്സിലായിക്കോ. നിസാരപ്പെട്ട ദിക്റല്ല. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതല്ലയോ നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരും. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ തെറ്റുകൾ ചെയ്ത മനുഷ്യനല്ലയോ, കള്ളു കുടിച്ചവനല്ലേ, വിചരിച്ചവനല്ലേ, സിനിമ കണ്ടവനല്ലേ, സീരിയൽ ദർശിച്ചവനല്ലേ, MDMA സിനിമ അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവനല്ലയോ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോയവരല്ലേ. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അലീം വഅതൂബു ഇലൈഹി. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നതാണ്. തീർന്നില്ല. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകുന്നതാണ്. തീർന്നില്ല. വയുംദിദുക്കും ബിഅംവാൽ. സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകുകയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് മക്കളെ നൽകുകയാണ്. ഈ ദുനിയാവ് കൊണ്ട് അല്ലാഹു നിർത്തുന്നില്ല. പാപം അല്ലാഹു പൊറുപ്പിച്ചു നൽകി, കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകി, സമ്പത്ത് അല്ലാഹു നീട്ടിത്തരും. നിങ്ങൾക്ക് സന്താനങ്ങൾ അല്ലാഹു അധികരിപ്പിക്കും. തീർന്നില്ല. വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും സ്വർഗീയ അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുന്നേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം കൂടുതലായി ചൊല്ലിയാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വഅഅ്ളമ അജ്റാ വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങളുടെ ജീവിതത്തിൽ അധികമായ നന്മ വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ ബറകാത്തുകൾ വേണോ? മുസ്ലിമേ, മുസ്ലിമത്തേ, ഒഴിക്കാതെ കൊണ്ടുവരേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന വിശുദ്ധമായ ഖുർആൻ. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ കുറച്ച് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു, അത് തന്നെ മനസ്സിലാക്കി മുഅ്മിൻ അത് മതി. ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. പാപം പുറത്തു കിട്ടും, സമ്പത്ത് അധികരിക്കും, സന്താനങ്ങളില്ലാത്ത ആളുകൾ, മക്കളില്ലാത്ത ആളുകൾ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ച് സന്താനങ്ങൾ അധികരിപ്പിക്കും. അല്ലാഹു പറഞ്ഞത് ടെൻഷൻ ഇല്ലാത്ത ജീവിതം കിട്ടും. എല്ലാ വിഭവങ്ങളും ഉണ്ടാകും. വീട്, വാഹനം, മക്കൾ എല്ലാത്തിലും ബർക്കത്തുണ്ടാകും. 100 വട്ടം തേടണം. ഏറ്റവും ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊക്കെ മുടങ്ങിപ്പോയി നമ്മുടെ ജീവിതത്തിൽ. അതാ ഞാൻ പറഞ്ഞത് സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയതൊന്നുമില്ല. റബീഉൽ അവ്വലിലെ മൗലിദ് നടത്തുന്ന ആളുകൾ, വീട്ടിൽ മൗലിദിന്റെ സദസ്സ് നടത്തുന്നവരൊക്കെ കുറഞ്ഞുപോയി. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.
നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണീർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശർഹ് ശമായിലിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പ്രകീർത്തനങ്ങൾ ചൊല്ലിയാൽ വീട്ടിൽ പ്രവാചകന്റെ മദ്ഹുകൾ ആലപിച്ചാൽ ആ വീട്ടിൽ കള്ളനുണ്ടാവില്ല ആ വീട്ടിൽ പിശാചിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല ആ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല ആ വീട്ടിൽ ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് വീട്ടുകാർക്ക് കാവലാണ് വീട്ടുകാർക്ക് കാവലാണ് മരണം ചെയ്യുന്നവരില്ലേ കൂടോത്രം ചെയ്യുന്നവരില്ലേ നമ്മൾ എന്നേക്കമായി നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ കൂടോത്രം ചെയ്യുന്നവരില്ലേ അവരുടെ കൂടോത്രങ്ങളിൽ നിന്ന് നിനക്ക് പരിപൂർണമായ സംരക്ഷണമാണ് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ എല്ലാ മുസീബത്തുകളും ഇല്ലാതാവാൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയാൽ മതിയെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അതാണ് തഴവ ഉസ്താദ് ബൈത്താക്കി മലയാളത്തിൽ അൽ മവാഹിബുൽ ജലീലിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു കള്ളനും കേറൂല വീട്ടിലെ ഒരു പ്രയാസം ഉണ്ടാവൂല മക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല രോഗങ്ങൾ പ്രയാസങ്ങൾ എല്ലാം കാവല വീട്ടിൽ മൗലിദ് ഓതണം നമ്മൾ റബീഉൽ അവ്വൽ വന്നിട്ട് പോലും വീട്ടിൽ മൗലിദ് ഓതാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുന്നില്ല പണ്ട് കാലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും ഇന്ന് സുന്നിസം കുറഞ്ഞു പോയി ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത് പഴമയിലേക്കൊന്ന് നമ്മൾ ഒന്ന് തിരിഞ്ഞു പോകണം പഴയകാല റാത്തീബ് മൗലിദ് ദിക്റുകളിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ തഹജ്ജുദ് പതിവാക്കി സുന്നത്തുകൾ നിസ്കരിക്കുന്നു സുബഹിയുടെ മുമ്പായി ചെല്ലേണ്ടത് പറഞ്ഞു ഖുർആൻ ഓതാൻ അതുപോലെ തന്നെ ദിക്ർ അതൊക്കെ കഴിഞ്ഞാൽ സുബഹിയുടെ ബാങ്ക് വിളിക്കും ബാങ്ക് വിളിച്ച ഉടനെ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് ഏറ്റവും ശ്രേഷ്ഠതയാണ് അതിൽ ഓതേണ്ട സൂക്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ അലം നശ്റഹ് ലക സദ്റക എന്ന സൂക്തം അതോടൊപ്പം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ വേണം നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മൻ സല്ലാ സുന്നത്തി സുബ്ഹി ബി അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലം. ആരെങ്കിലും അലം എന്ന് തുടങ്ങുന്ന സൂത്രം കൊണ്ട് സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചു അന്നത്തെ ദിവസം ഒരു വിഷമമോ പ്രയാസമോ ദുഃഖമോ അവനുണ്ടാവില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇങ്ങനെ നിസ്കരിച്ച ചെയ്തു ഒരു വേദനാജനകമാകുന്ന വാർത്ത പോലും അവന് കേൾക്കേണ്ടി വരൂല. സുബഹി നിസ്കാരത്തിന്റെ അല്ല പറഞ്ഞത് പിന്നേതാ സുബഹി ബാങ്ക് വിളിച്ച ഉടനെ സുബഹിയുടെ സുന്നത്ത് അതാണല്ലോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഫാത്തിഹ ഒന്നാമത്തെ റക്അത്തിൽ ഏത് സൂറത്ത് ഓതണം? അലം നശ്റഹ് ലക സദ്റക അതിനോടൊപ്പം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അതിനോടൊപ്പം ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ സുബഹി നിസ്കരിക്കണം. സുബഹി നിസ്കരിച്ച ആ ദിവസം മുഴുവനും അല്ലാഹു ഏറ്റെടുത്തു. നിർത്താൻ മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആരെങ്കിലും സുബഹി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
സുബഹി നിസ്കരിച്ചാൽ പിന്നെ ആരായി അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്? അല്ലാഹ് ഏറ്റെടുത്തു. സുബഹി നിസ്കരിക്കാത്തവന്റെ കാര്യം കട്ടപ്പുകയാന്നർത്ഥം. ആരും ഏറ്റെടുക്കാനില്ല. ഇന്ന് നമ്മുടെ ഉമ്മത്ത് എന്താ 3 മണി വരെ മൊബൈൽ ഫോണില്ല ഇങ്ങനെ കറങ്ങി നടക്കാം. പ്രത്യേകിച്ച് റമദാനാവുമ്പോ തറാവീഹ് നമസ്കാരം അനന്തര കീഫ് മുതൽ താഴോട്ട് നല്ല സ്പീഡിൽ പോകുന്ന ഖതീബിനെ അന്വേഷിച്ച് നടക്കാൻ. ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന പള്ളിയിൽ പോയിട്ട് തറാവീഹ് നിസ്കരിക്കും. ഖതീബിന് വേണ്ടി നല്ലൊരു സർബത്തൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ല കൈക്കെടുത്ത് അവിടെ അത് കഴിഞ്ഞിട്ട് ബൈക്കെടുത്ത് ഇങ്ങനെ കറങ്ങുക. ചെറുപ്പക്കാർ നല്ല ജ്യൂസ് കട അന്വേഷിച്ചിട്ട് ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായിട്ട് രാത്രി വീട്ടിൽ വരികയാണ്. മൊബൈലൊക്കെ നോക്കി കുറെ നേരം കിടക്കും. 12 മണി 1 മണി 2 മണിയാകുമ്പോഴാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ അത്താഴം പോലും ഇല്ല. അത്താഴ ഭക്ഷണം വലിയ ബറക്കത്തുള്ള ഭക്ഷണമാണ്. ഒഴിവാക്കരുത്. ഒരു കാര്യക്ക് ഒരു ഈത്തപ്പഴം എന്തെങ്കിലും ഒന്ന് കഴിച്ചിരിക്കണം. ഒരെണ്ണം മതി. അല്ലാതെ ഒരുപാട് കഴിക്കാൻ വേണ്ടി നിയത്ത് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് വരാനല്ല. ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണം രാവിലെ. എന്നിട്ട് നോമ്പ് പിടിക്കാൻ ബറക്കത്തുള്ള ഭക്ഷണം. അതിനെ എഴുന്നേൽക്കുമ്പോഴാണ് നിങ്ങളോട് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. തഹജ്ജുദ് നിസ്കരിച്ചാൽ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകും. ചരിത്രം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണം? യാസീൻ ഓതണം. അതിന്റെ മഹത്വം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ 100 ചെല്ലണം. അതിന്റെ മഹത്വം പറഞ്ഞു. അതിനുശേഷം ബാങ്ക് വിളിച്ച ഉടനെ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം. ഏത് സൂറത്ത് ഓതി നിസ്കരിക്കണമെന്ന് പറഞ്ഞു. നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടവും പറഞ്ഞു. ഒരു ടെൻഷനോ വിഷമോ ഉണ്ടാവൂല. ഒരു വേദനാജനകമാകുന്ന വാർത്ത ഉണ്ടാവൂല. സുബഹിയുടെ ഫർള് നിസ്കരിക്കണം. നിസ്കരിച്ചാലോ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹുവിന്റെ ഉത്തരവാദിത്തം. സുബൈ കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങാ. അത് ചെയ്യരുത്. ഉദയം കഴിഞ്ഞിട്ട് ഉറങ്ങാവൂ. ഉദയമുണ്ട്, സൂര്യൻ ഉദിക്കണം. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് ഉറങ്ങണം. ആര്? രാത്രി ലിബാദത്ത് എടുത്തവൻ. രാത്രി സിനിമ കണ്ടുകൊണ്ടിരുന്നാണ് കിടന്ന് ഉറങ്ങാം. എന്താ കാര്യം? ഒരു കാര്യമില്ല. സുബഹിക്ക് ഉദയം കഴിയും. ഉദയം വരെ ഉറങ്ങാൻ പാടില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ബറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കോ. അല്ലാഹു മലക്കാക്കട്ടെ. ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് പോലും ജോലി ഇല്ലാത്ത ആളുകൾ, ജോലിയിൽ ഉറപ്പില്ല, നിൽക്കുന്നില്ല, നല്ല ശമ്പളം ഇല്ല. എന്താ കാരണം? സുബഹി കഴിഞ്ഞ് മിക്കവരും ഉറക്കുക. എല്ലാവരും കിടന്ന് ഉറങ്ങുക. നല്ല സമയം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുവല്ലോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുഖൂരിഹാ. അല്ലാഹുവേ, എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. എന്റെ സമുദായത്തിന്റെ പുലരിയിൽ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. നബിതങ്ങൾ ദുആ ചെയ്തത് പ്രഭാതത്തിൽ ഉറങ്ങാനല്ല. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരുണ്ടോ? രാവിലെ എഴുന്നേറ്റുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ? അവർക്ക് ബറക്കത്താണ്. നബിതങ്ങൾ എവിടെ യാത്ര ചെയ്താലും പ്രഭാതത്തിലാണ് യാത്ര പോകുക. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി എപ്പോഴും വീട്ടിലേക്ക് വന്ന് കയറുന്നതും പ്രഭാതത്തിലായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി അതിന് ബർക്കത്തുണ്ട്. യാത്ര പുറപ്പെടുന്നതും അങ്ങനെ തന്നെ. പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും സുബഹിയുടെ സമയത്ത്. സുബഹി കഴിഞ്ഞ് ഉദയത്തിന്റെ സമയം. നമ്മൾ ആ സമയത്ത് ഉറങ്ങാൻ ഉദയം വരെ എന്ത് ചെയ്യണം ഉസ്താദേ? ഉദയം വരെ ഖുർആൻ ഓതണം. ദിക്ർ ഔറാദ് 1 മണിക്കൂർ സമയം എല്ലാ ദിവസവും നമുക്ക് അല്ലാഹുവിന് വേണ്ടി മാറ്റി വെക്കാൻ വേണം. നമ്മൾ ഇത്രയും കാലം ജീവിച്ചു 30, 40, 50, 60, 70 വയസ്സ് വരെയായി. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. താടി രോമങ്ങളും തലയിലെ രോമങ്ങളും ഒക്കെ നരച്ച ആളുകൾ എന്റെ കൂട്ടത്തിലുണ്ട്. മരണത്തിലേക്കുള്ള മുന്നറിയിപ്പ് നമുക്ക് ശരീരത്തിൽ തന്നെ അല്ലാഹു നൽകി. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ നിശ്ചയിച്ചിരിക്കുക, എല്ലാ ദിവസവും നീ എന്ത് ചെയ്യണം? എന്റെ അടുക്കൽ വന്ന് ഉപദേശം തരണം. ഉമറെ, നീ മരിക്കേണ്ടവനാണെന്ന് ഉപദേശിക്കണം. ഡെയിലി അദ്ദേഹം വന്ന് ഉപദേശിക്കും. ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹത്തിന് ശമ്പളമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ എന്നെ ഉപദേശിക്കണ്ട, ഇന്നുകൊണ്ട് ഉപദേശം മതിയാക്കിക്കോളാം പറഞ്ഞു.
അയാൾക്ക് വലിയ വിഷമം. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ താടി രോമത്തിൽ 3 എണ്ണം നരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എനിക്കെന്ത് വേണ്ട, എന്റെ ഉപദേശം വേണ്ട, ആ നരമതി എന്നെ ഉപദേശിക്കാൻ. എന്റെ മുഖത്തിലുള്ളതാകുന്ന ആ നരമതി മരണത്തേക്ക് ഞാൻ അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളോ ഇനി നരയ്ക്കാൻ ഒരു രോമം ബാക്കിയില്ല. എന്നിട്ട് ഇപ്പോഴും എല്ലാ കുരുത്തക്കേടും കാണിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നര ബാധിച്ചവരെ ഏറ്റവും വലിയ പ്രശ്നം ആനം മരിച്ചോണ്ടിരിക്കും. എന്നിട്ട് മക്കള് എന്റെ മോൻ MDMA അടിക്കുന്നുണ്ട്, നന്നാവാൻ വേണ്ടി ദ്വാരക്ക്. അപ്പൊ ആദ്യം ഇതൊന്ന് മാറ്റി വെച്ചാൽ മക്കള് റെഡിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ വിഷയമാണ്. നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ പറയുന്ന സമയം പോവും. ആയത്തും ഹദീസൊക്കെ എത്ര ഓതേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ആഖിറത്തിൽ ഈ മക്കള് നമുക്ക് എതിരായി സാക്ഷ്യപത്രമാവും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. പുതിയ വാർത്തകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നതോ നമ്മുടെ മനസ്സിനെ പിടിച്ച് കൊടുക്കാത്തതോയ വാർത്തകളല്ല. സ്വന്തം മാതാവിനെ അറിവുര നടത്തുന്ന മക്കൾ, കള്ളു കുടിക്കുന്ന മക്കൾ, ലഹരി നുണയുന്ന മക്കൾ, മുസ്ലിം ചെറുപ്പക്കാർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് സുബഹിയുടെ സമയം മുതൽ നിസ്കരിച്ചു കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടണം. എന്താ അവന് കിട്ടുന്ന നേട്ടം? ഒരൊറ്റ ഹദീസ് ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. എന്താ ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൗമുൻ സല്ലു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഇംറതൻ താമതൻ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടുന്ന, ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുന്ന, യാസീൻ സൂറത്ത് ഓതുന്ന, ലാ ഹൗല ചൊല്ലി നിലകൊള്ളുന്ന, വറുദുൽ ലത്തീഫ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന, അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ട് നിലകൊള്ളുന്ന, ഔറാദുകളിലായി കഴിഞ്ഞുകൂടുന്നവർ, സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ഉംറയാണ്. പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, ശാരീരികമായ അസ്വസ്ഥതയുടെ പേരിൽ പരിശുദ്ധ മക്ക വിട്ടാൻ വേണ്ടി വിഷമിക്കുന്നതായ മുസ്ലിമീങ്ങളില്ലേ, ചെറുപ്പക്കാരില്ലേ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുഗമമായി ഡെയിലി എല്ലാ ദിവസവും ഉംറ നിർവഹിക്കാനുള്ള വഴി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുകയാണ്. സുബഹി നമസ്കരിച്ച് ഉദയം വരെ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി കഴിഞ്ഞുകൂടിയാൽ പരിപൂർണമായ ഉംറ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ രീതിയിൽ റമദാനിലേക്ക് ചിട്ടപ്പെടുത്തണം, എങ്കിലേ റമദാൻ നമുക്ക് ഉപയോഗമാകും. ഇപ്പൊ കുറഞ്ഞ സമയം ഉറക്കിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം മുതൽ സുബഹിക്ക് ശേഷം ഒരു ദിവസം ഇങ്ങനെ കൊണ്ട് ചിട്ടപ്പെടുത്തിയാൽ മാഷാ അല്ലാഹ്, പിന്നെ അതിനേക്കാൾ വലിയ റാഹത്ത് മറ്റൊന്നുമില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ.